ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇന്നത്തെയും കുറച്ച് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോയാണ്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. ഇന്നിപ്പോൾ ചേട്ടായിക്ക് ലീവാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ എല്ലാവരും കൂടെ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ. രാവിലെ ഞാൻ കടലക്കറി വെക്കാൻ വേണ്ടി പോവുക. തലേദിവസം കുറച്ച് കറുത്ത കടല വെള്ളത്തിലിട്ട് കുതിർത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനത് കുക്കറിൽ ഉപ്പും മഞ്ഞളും ഒക്കെ ചേർത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകൊക്കെ പൊട്ടിച്ചു, തേങ്ങാക്കൊത്തും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുവാണ്. കുക്കറിൽ ഇതെല്ലാം കൂടെ ചേർത്ത് വഴറ്റിയിട്ട് നമുക്ക് കടലയും കൂടെ ചേർത്തും വേവിച്ചെടുക്കാം. ഇങ്ങനെ ലാസ്റ്റ് കടുക് വറുത്തും ചേർക്കാം കേട്ടോ. രണ്ടിനും രണ്ട് ടേസ്റ്റ് കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ സവാളയൊക്കെ വെന്ത് ഉടഞ്ഞു പോകാതെ കറിയിൽ കിടക്കും. മറ്റേതെന്ന് പറഞ്ഞാൽ സവാളയെല്ലാം വെന്ത് കുഴഞ്ഞു പോകും. ഇങ്ങനെ ആവട്ടെ ഒന്നുകൂടെ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. സവാളയൊക്കെ ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകാതെ കറിയിൽ കിടക്കുമ്പോൾ കാണാനും രസമാണ്, കഴിക്കാനും ടേസ്റ്റാണല്ലോ. അപ്പോൾ ഓരോ കറിക്കും നമ്മൾ അരിയുന്നതിലും ടേസ്റ്റിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ സവാള കനം കുറച്ച് നീളത്തിലല്ല അരിഞ്ഞേക്കുന്നത്, ഇങ്ങനെ ചീന്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഞാൻ ചേർത്ത് കൊടുത്തു കേട്ടോ. ഒരു സവാള മൊത്തം എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സവാള നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. അത് കഴിഞ്ഞിട്ട് ബാക്കി സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കറിക്ക് കുറച്ച് എരിവ് കൂടുതൽ വേണമെങ്കിൽ പച്ചമുളകും കൂടെ ഈ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കാൻ. നമുക്കിവിടെ ഒരു ചെറിയ തൈയല്ലേ കറിവേപ്പിൻ്റെ ഉള്ളത്. അതേന്ന് എപ്പോഴും പോയി എടുത്താൽ ശരിയാവത്തില്ലല്ലോ. അതുകൊണ്ട് ഇന്നിപ്പോൾ കറിവേപ്പിലൊന്നും കറിയിൽ ഇട്ടിട്ടില്ല. ഇനിയിപ്പോൾ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നാൽ കുറച്ച് കറിവേപ്പിലൊക്കെ കിട്ടും, ഇല്ലെങ്കിൽ കറിവേപ്പില ഇല്ലാതെ കറി വെക്കണം. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾ പൊടിയൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പെരുംജീരകം പൊടിച്ചതാണ് കേട്ടോ കറിക്ക് ചേർത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പെരുംജീരകം ചേർത്ത് വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. അതുകൊണ്ട് ഞാൻ കടലക്കറി വെക്കുമ്പോൾ പെരുംജീരകം കേട്ടോ കൂടുതലായിട്ടും ചേർക്കുന്നത്. പിന്നെ കുരുമുളക് പൊടിയൊക്കെ വേണമെങ്കിൽ അതും ചേർക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല. മുളക് പൊടിക്ക് നല്ല എരിവുള്ളതാണ് കേട്ടോ. അതുകൊണ്ടാണ് പച്ചമുളകും കുരുമുളകും ഒക്കെ ഒഴിവാക്കിയേക്കുന്നത്. ഇനിയിപ്പോൾ വേവിച്ച് വെച്ചേക്കുന്ന കടല ചേർത്ത് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്. കടലക്കറിയിലേക്ക് തക്കാളി ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു നുള്ള് കായവും കൂടെ ചേർക്കും കേട്ടോ. സാമ്പാറിന് ചേർക്കുന്ന പോലെ ചേർക്കണ്ട, ഒരു നുള്ള് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റും മണമാണ്. ഇനിയിപ്പോൾ ഒരു 10 മിനിറ്റ് ചെറിയ തീയിലിരുന്ന് കടലയിലെ മസാലയൊക്കെ പിടിച്ച് വരട്ടെ. അപ്പോൾ ഞാൻ ചെറിയ തീയിൽ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മുട്ട പൊരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഉച്ചക്കത്തേക്കുള്ള കറികൾ ഇതൊക്കെയാണ്. പിന്നെ ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അമ്മച്ചി ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ കൂടെ. അമ്മച്ചിക്ക് അയൽക്കൂട്ടവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അമ്മച്ചി വീട്ടിലേക്ക് വന്നില്ല കേട്ടോ. അമ്മച്ചി ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ ഇറക്കി വിട്ടിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോരുക ചെയ്തത്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ചേട്ടായി പോകാൻ വേണ്ടി ഇറങ്ങി. കുഞ്ഞിപ്പെണ്ണിനെ നൈസിന് ഒഴിവാക്കാൻ നോക്കിയത് കേട്ടോ. പക്ഷേ അവൾ മുമ്പിൽ ചാടി ചേട്ടായുടെ കൂടെ പോകുന്നുണ്ട്. ഒരു ചേട്ടൻ പശുവിനെയൊക്കെ തീറ്റി വീട്ടിലേക്ക് പശുവിനെയൊക്കെ കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. കറക്കാനുള്ള നേരമൊക്കെ ആയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് പശുവിനെയും കൊണ്ട് വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ ഭയങ്കര കാറ്റായിരുന്നേ. ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ട് ചേട്ടായി പുറത്ത് കുറച്ച് ക്ലീനിങ് പണികളും ഒക്കെയാണ്. കാടൊക്കെ വെട്ടി തെളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്ത് പോകാൻ എന്നോട് പറഞ്ഞായിരുന്നു വീഡിയോ എടുക്കാൻ വേണ്ടി. പക്ഷേ പോകാൻ പറ്റിയില്ല കേട്ടോ. ചേട്ടായി ഇവിടെ കാട് വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ വലിയ മഴ പെയ്തു. മഴ പെയ്താൽ പിന്നെ അങ്ങോട്ട് പോകൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ പോകാൻ വേണ്ടി ഒരുങ്ങുമായിരുന്നു. കൂടുണ്ടാക്കൂലേ, അത് വെട്ടിക്കളയുക. അതൊക്കെ ബുദ്ധിമുട്ട്. ഇന്നിപ്പോൾ നേരം വെളുത്തപ്പോൾ മുതലേ കറണ്ടില്ല കേട്ടോ. ഇരുട്ടത്താണ് ഇരിപ്പ്. ഇതുവരെയും കറണ്ട് വന്നിട്ടില്ല. ചേട്ടാ ഇപ്പോൾ KSEB വിളിച്ചിട്ടുണ്ട്. കുറച്ച് സമയം കഴിയുമ്പോൾ വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കറണ്ടില്ലാതെ കത്തുന്ന ലൈറ്റാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് കപ്പ മേടിക്കാൻ വേണ്ടി നമ്മുടെ തൊട്ടടുത്തുള്ള കടയിൽ പോയതാണ് കേട്ടോ. പിന്നെ വന്നിട്ട് കുറച്ച് തുണികളൊക്കെ മടക്കാനുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് മടക്കി ഒതുക്കിയൊക്കെ വെക്കുക. കുഞ്ഞിപ്പെണ്ണാട്ടോ ഞാൻ ഒരു സ്ഥലത്ത് കൂട്ടിയിട്ട തുണികളെല്ലാം
വലിച്ച് അപ്പുറത്തെ സൈഡിലേക്ക് നീക്കിയിട്ടിട്ടുണ്ട്. കട്ടിലെ മൊത്തം അവൾ പരത്തിയിട്ടിട്ടുണ്ട്. അവൾ കുറച്ച് തുണി മടക്കിക്കോളാം, അമ്മ ഇത്രയും മടക്കിയാൽ മതി, അവൾ ഇത്രയും മടക്കാമെന്നൊക്കെ പറഞ്ഞ് 2 സൈഡാക്കി വെച്ചു. പക്ഷേ അക്കു അതിൻ്റെ ഇടയ്ക്ക് റസ്ക് തിന്നുകൊണ്ട് അതിൽ പോകുന്ന കണ്ടപ്പോഴേ കുഞ്ഞിപ്പൊണ്ണും എഴുന്നേറ്റ് പോയി കേട്ടോ, റസ്ക് തിന്നിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട്. ഇവിടെ ഭയങ്കര മഴയാട്ടോ, നല്ല തണുപ്പും. ബാണാസുര ഡാമൊക്കെ തുറന്നു വിടുവാന്നൊക്കെ പറയുന്നത് കേട്ടായിരുന്നു. നമുക്ക് ഇങ്ങോട്ട് അത് തുറന്നു വിട്ടാലും കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ, നമ്മൾ അതിൻ്റെ അടുത്തൊന്നും അല്ല താമസിക്കുന്നത്, കുറേ മാറിയിട്ടാണ്. പിന്നെ മഴയായാലും വെയിലായാലും അധികമായ പ്രശ്നമല്ലേ, എല്ലാം ആവശ്യത്തിന് വേണം. അത് ഒരു പ്രളയമായിട്ടും ദുരന്തമായിട്ടും ഒക്കെ മാറുമ്പോഴേ സങ്കടമല്ലേ. ഇനിയിപ്പോൾ രാത്രിക്കത്തേക്ക് കുറച്ച് കപ്പ ബിരിയാണി ആക്കണം, അതെല്ലാം കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുളിക്കാൻ പോകാൻ. ഇന്നിപ്പോൾ രാവിലത്തേക്ക് ഞാൻ അപ്പത്തിന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ മാവൊക്കെ പൊങ്ങിയിരിക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു പകുതി സമാധാനമല്ലേ. അപ്പോൾ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് മാവൊക്കെ കലക്കിയൊക്കെ വെച്ചു. പിന്നെ കടലക്കറി തലേദിവസത്തെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ ഞാൻ തിളപ്പിച്ചു. അങ്ങനെ രാവിലെ അപ്പവും കടലക്കറിയും പിന്നെ കട്ടൻ കാപ്പി ആക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഞാൻ ചോറിന് കപ്പളങ്ങ വെള്ളത്തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറച്ച് ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റാണ്. നമ്മൾ തേങ്ങയൊക്കെ ജീരകമൊക്കെ ചേർത്ത് ചതച്ച് വെക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈ ഒരു തോരന് മഞ്ഞൾ പൊടി വേണ്ട, കടച്ചക്ക കൊണ്ടും ഇതുപോലെ തന്നെ വെക്കാം കേട്ടോ. എല്ലാം കൂടെ കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി ഒരു 5 മിനിറ്റ് തട്ടിപ്പൊത്തി അടച്ച് വെച്ചതിന് ശേഷം കേട്ടോ കടുകൊക്കെ പൊട്ടിച്ച് തോരൻ വെക്കുന്നത്. രാവിലെ എല്ലാവരും പോയി കഴിഞ്ഞു. പിന്നെ ഞാൻ കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ വേസ്റ്റൊക്കെ പുറത്ത് കറിവേപ്പിൻ്റെ ചുവട്ടിലൊക്കെ കൊണ്ട് കളയുക കേട്ടോ. എന്തെങ്കിലും പച്ചക്കറിയുടെയൊക്കെ ചുവട്ടിൽ കൊണ്ടിടും, മുട്ടത്തോടൊക്കെ പൊടിച്ച് കൊണ്ടിടും. അങ്ങനെ വേസ്റ്റ് കൊണ്ട് കളയാൻ വേണ്ടി പോയപ്പോഴാണ് നമ്മുടെ ഇവിടെ ഒരു ചൗച്ചൗ ആയി നിൽക്കുന്നത് കണ്ടത് കേട്ടോ. അപ്പോൾ അതൊക്കെ പറിച്ചു. പച്ചക്കറി അരിയുന്ന വേസ്റ്റൊക്കെ ഞാനൊരു പാത്രത്തിലാക്കി വെച്ചിട്ട് ചെടിയുടെയും പച്ചക്കറിയുടെയും ഒക്കെ ചുവട്ടി കൊണ്ടിടുക കേട്ടോ, സാധാരണയായിട്ട് ചെയ്യുന്നത്. 2 കാ കിട്ടി എനിക്ക്. അപ്പോൾ ഞാനിത് മെഴുക്കുരട്ടി വെക്കാനൊന്നുമില്ല, ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് വേണമെങ്കിൽ മെഴുക്കുരട്ടി വെക്കാം, അല്ലെങ്കിൽ സാമ്പാറിലിടാം. ഇവിടെ പടർത്തി വിടാൻ സ്ഥലം കുറവായതുകൊണ്ടാണ് കേട്ടോ കാ കുറയുന്നത്. പടർത്തി വിടാൻ ഒരുപാട് സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഇതൊക്കെ നന്നായിട്ട് കായ്ക്കുകയൊക്കെ ചെയ്യും. മഴയ്ക്കൊരു തോർച്ച കണ്ടപ്പോൾ ഞാൻ വേഗം വന്ന് മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കുക കേട്ടോ. മുറ്റത്ത് ഒരുപാട് അഴുക്കൊന്നുമില്ല, എന്നാൽ ഉള്ളതൊന്നും പോവത്തുമില്ല കേട്ടോ, നനഞ്ഞു കിടക്കുന്നത് കൊണ്ടേ. പിന്നെ രാവിലെ മുതലേ കോഴി വേഗാമ്പൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. രാവിലെ ഞാൻ കുറച്ച് കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. കപ്പയും കടലയും കൂടെ വേവിച്ച് വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്, കട്ടൻ ചായയുടെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ വൈകുന്നേരം കഴിക്കാൻ വേണ്ടിയിട്ട്. മഴയൊക്കെ ഉള്ള സമയത്ത് ഇതുപോലുള്ള ചായക്കടികളൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കാതെ മുളകും മല്ലിയും മഞ്ഞളും കുറച്ച് മസാല, വീട്ടിൽ പൊടിച്ച മസാല കേട്ടോ, അതും കൂടെ ഒന്ന് ചൂടാക്കിയെടുത്തു. അത് കഴിഞ്ഞിട്ട് ആ ഒരു മസാല ചേർത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കടല വേവിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ കപ്പ ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കടലയും കപ്പയും കൂടെ ഒന്നിച്ച് ഒരു കുക്കറിലേക്കാക്കി. പിന്നെ തക്കാളി വെറുതെ അരിഞ്ഞിട്ട് കൊടുക്കുക ചെയ്യുന്നത്, തക്കാളി വഴറ്റുന്നില്ല. സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് കറിവേപ്പില കുറച്ച് തേങ്ങാക്കൊത്ത് എല്ലാം കൂടെ വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് ഇത് കപ്പയിലേക്കും കടലയുടെ മിക്സിലേക്കും ഒക്കെ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി. പിന്നെ വിസിൽ വെക്കാതെ കുക്കർ ഇതുപോലെ ഒരു 10 മിനിറ്റ് അടുപ്പിലേക്ക് വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നത്. നല്ല ടേസ്റ്റാട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാനിത് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ കുറച്ച് സ്പീഡായിപ്പോയി കേട്ടോ, ശരിക്കും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഇനി എപ്പോഴെങ്കിലും ഒരു ദിവസം ശരിക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും. നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.